ഹായ് മക്കളെ. അപ്പോൾ നമ്മൾ നമ്മുടെ 2026 റീനീറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന യൂട്യൂബ് സീരീസിൻ്റെ ഫസ്റ്റ് കെമിസ്ട്രി വീഡിയോ ആണ്. നമ്മൾ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആക്ച്വലി ഫിസിക്കൽ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി എന്നിങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇത് പ്രധാനമായിട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ നീറ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് വരുന്നത്? ആക്ച്വലി നമുക്ക് അധികം ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഇപ്പം ഇല്ല. ആകെ 5 ഇനോർഗാനിക് കെമിസ്ട്രി ചാപ്റ്റേഴ്സേ നമുക്ക് ഇപ്പോൾ ഉള്ളൂ. ഏതൊക്കെയാണ്? നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നിന്ന് വരുന്നത് ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ബോണ്ടിങ്, ദെൻ സെക്കൻഡ് ഇയറിൽ വരുമ്പോൾ D&F, കോർഡിനേഷൻ, ദെൻ അഡീഷണൽ ആയിട്ട്, അതായത് CBSE സിലബസിൽ ഇല്ലാത്ത എന്നാൽ നീറ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട P ബ്ലോക്ക്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഇനോർഗാനിക് വരുന്നത് ചാപ്റ്റേഴ്സ് വരുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇനോർഗാനിക് ചാപ്റ്റേഴ്സിൽ ഈ P ബ്ലോക്കും ക്ലാസിഫിക്കേഷനും ഏതാണ്ട് ഒരേപോലത്തെ ചോദ്യങ്ങൾ വരുന്ന 2 ചാപ്റ്റേഴ്സാണ് P ബ്ലോക്കും ക്ലാസിഫിക്കേഷനും. ട്രെൻഡ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, സോ ട്രെൻഡ്സ് ബേസ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നോർമൽ MCQസോ റീസൺ അസേർഷൻ ക്വസ്റ്റ്യൻസോ അങ്ങനെയൊക്കെയാണ് മിക്കവാറും നമുക്ക് ഏതിൽ നിന്ന് കിട്ടുക? നമ്മുടെ P ബ്ലോക്ക് ക്ലാസിഫിക്കേഷൻ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് കിട്ടുക. ഓക്കെ, സോ P ബ്ലോക്ക് ആണോ ക്ലാസിഫിക്കേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻസ് വന്ന് കിടക്കുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത കെമിക്കൽ ബോണ്ടിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇനോർഗാനിക്കിൽ ഏറ്റവും വെയിറ്റേജ് പറഞ്ഞ ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് വന്നിട്ട്. ഓക്കെ, സോ കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് നമുക്കറിയാം പ്രധാന കൺസെപ്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത്? ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാന കൺസെപ്റ്റ് ഇതും ക്വസ്റ്റ്യൻ വരാറുള്ളൊരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. സോ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ പ്രധാന കൺസെപ്റ്റ് വരുന്നത് നമുക്ക് ആദ്യം വന്നിട്ട് ഫോമൽ ചാർജിൻ്റെ കൺസെപ്റ്റ് വരും. ദെൻ ഫജൻസ് റൂള്, ഡൈപോൾ മൊമെൻറ്റ്, VSEPR, VBT ആൻഡ് ഹൈബ്രിഡൈസേഷൻ, MOT, ഇങ്ങനെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ കിടക്കുന്ന ഒരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ്. എല്ലാ കൺസെപ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് നോക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഓക്കെ, ദെൻ D&Fനെ സംബന്ധിച്ച് ട്രെൻഡ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് D ബ്ലോക്ക് എലമെൻറ്റ്സ്, അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക. ദെൻ സം ഇമ്പോർട്ടൻറ്റ് കോമ്പൗണ്ട്സ് ഓഫ് D ബ്ലോക്ക് എലമെൻറ്റ്സ്, നമ്മുടെ K2Cr2O7 KMnO4 ഒക്കെ പഠിക്കുന്ന സെക്ഷൻ, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ആക്ടിനോയിഡ്സിൽ അന്തനോയിഡ്സിൽ നിന്ന് റെയർ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഓക്കെ, സോ ദെൻ കംസ് ദി കോർഡിനേഷൻ ഓൾസോ കെമിക്കൽ ബോണ്ടിങ്ങിനെ പോലെ നല്ല വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. നോമൻക്ലേച്ചർ, ഐസോമെറിസം, ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ട്. ദെൻ VBT ഹൈബ്രിഡൈസേഷൻ, ദെൻ നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ഇതിൽ നിന്നൊക്കെയാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ കിട്ടാറുള്ളത്. സോ ഈ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്നാണെന്ന് ചോദിച്ചാൽ ഫിസിക്കലോ ഓർഗാനിക്കോ പോലെ ഭയങ്കര ഹെക്റ്റിക്കായിട്ട് നമുക്ക് പഠിക്കാനായിട്ടില്ല. ഓക്കെ, വളരെ ഈസിയാണ് ആ ചാപ്റ്റേഴ്സ്, വളരെ എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ കിട്ടും. പക്ഷേ ബയോളജി ചോദിക്കുന്നത് പോലെ ഒന്ന് കുഴച്ചോ ചോദിക്കും. നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലുള്ള ചോദ്യങ്ങൾ ഏതിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്? ഇനോർഗാനിക്കിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് തന്നെ ബോണ്ടിങ്ങും കോർഡിനേഷനും പോലുള്ള ചാപ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതും ഇല്ല. വളരെ ഡയറക്റ്റായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നീറ്റിലിപ്പോൾ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ചാപ്റ്റേഴ്സൊക്കെ വിട്ടുപഠിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വിട്ടുപഠിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിട്ടുപഠിക്കാൻ പാടില്ലാത്ത ചാപ്റ്ററുകളാണ് ഇനോർഗാനിക്കിൻ്റേത്. കാരണം നന്നായിട്ട് പഠിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക. ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഇൻ എ പീരീഡ് the first ionization enthalpy of the element at the extreme left and the negative electron gain enthalpy of the element at the extreme right except noble gases are respectively. So നമ്മളൊരു പീരീഡിൽ കൂടെ പോവാന്ന് വെച്ചോ, നമുക്കറിയാം ഹൊറിസോണ്ടൽ റോസ് ആർ കോൾഡ് പീരീഡ്സ്. ഇത് വെറും ഒരു ഇതായിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ വേണ്ട, കൺഫ്യൂസ് ചെയ്യണ്ടല്ലോ. സോ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു സെക്കൻഡ് പീരീഡ് നമ്മൾ എടുക്കുവാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പീരീഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇവിടെ ആരാ കിടക്കുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പാണ് കിടക്കുന്നത്. എക്സ്ട്രീം റൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിൽ നോബിൾ ഗ്യാസുകളെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആര് കിടക്കും? ഹാലജൻസ് കിടക്കും.
ഓക്കെ, സോ എക്സ്ട്രീം ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ സൈഡും, എക്സ്ട്രീം റൈറ്റ് എക്സെപ്റ്റ് ഫോർ നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ അത് ഹാലജൻസിൻ്റെ സൈഡുമാണ്. ഓക്കെ, സോ അവർ ചോദിക്കുന്നത് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദി എലമെന്റ് അറ്റ് ദി എക്സ്ട്രീം ലെഫ്റ്റ്. ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി എങ്ങനെയായിരിക്കും? യെസ്, ദ അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ആർ ലെസ്. അല്ലെ, അവരുടെ അയണൈസേഷൻ എൻതാൽപ്പി കുറവാണ്. ഈസിയാണ് നമുക്ക് അവരിൽ നിന്ന് ഒരാളെ എടുത്തിട്ട് പോകാൻ. ഓക്കെ, then നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദി എക്സ്ട്രീം റൈറ്റ്. എക്സ്ട്രീം റൈറ്റിലുള്ളവരുടെ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി നമുക്കറിയാം, നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഹയർ. ഓക്കെ, സോ ബേസിക്കലി ലോയും ഹൈയുമാണ് ആൻസർ വരുന്നത്. ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ്, ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ഈസ് അവർ റൈറ്റ് ആൻസർ. ഐ ഹോപ്പ് യു ഗോട്ട് ദി എക്സ്പ്ലനേഷൻ. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ പിടികിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സ്ട്രീം ലെഫ്റ്റ് ഈസ് ദിസ് സൈഡ് ആൻഡ് എക്സ്ട്രീം റൈറ്റ് ഈസ് ദാറ്റ് സൈഡ്. ഓക്കെ, അടുത്ത ചോദ്യം, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Given below are two statements. Statement 1. The number of pairs among Al2O3, Cr2O3, Cl2O7, Mn2O7, Na2O, V2O3 and ZON2O that contain oxides of same nature is 4. Okay. Among Na2O, Al2O3, CO and Cl2O7, the most basic and acidic oxides are Na2O and Cl2O7 respectively. Okay. ഇവിടെ നോക്ക്. So this question is actually നമ്മുടെ ഓക്സൈഡ്സിൻ്റെ നേച്ചർ ബേസ് ചെയ്തിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സോ ഓക്സൈഡ്സിൻ്റെ നേച്ചർ വെച്ചിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് the number of pairs among Al2O3, Cr2O3, Cl2O7, Mn2O7, Na2O, V2O3 and ZON2O that contain oxides of same nature is 4. Okay, so നമുക്ക് ആ തന്നിരിക്കുന്ന ആളുകളിൽ ഒരേ നേച്ചർ ഉള്ളത്, അതായത് ഇവർ രണ്ടുപേരും ഒരു സെറ്റാണേ. ഓക്കെ, ഐ ക്യാൻ യൂസ് സം അതർ കളർ. ഓക്കെ, അവർ രണ്ടുപേരും ഒരേ സെറ്റാണേ. ദെൻ ഇവർ രണ്ടുപേരും ഒരു സെറ്റ്, ഇവർ രണ്ടുപേരും ഒരു സെറ്റ്, ഇവർ രണ്ടുപേരും എവിടെ? ഇവർ രണ്ടുപേരും ഒരു സെറ്റ്. ഓക്കെ, സോ ഇങ്ങനെ സെറ്റായിട്ട് തന്നിരിക്കുന്നതിനകത്ത് ഒരേ നേച്ചർ ഉള്ളവരുടെ 4 സെറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് സി. Al2O3, Cr2O3, ഇവർ രണ്ടുപേരും Al2O3 ആയാലും Cr2O3 ആയാലും ഇവർ ആംഫോട്ടറിക് നേച്ചർ ഉള്ളവരാണ്. അവരുടെ നേച്ചർ എന്ത് നേച്ചറാണ്? ആംഫോട്ടറിക് നേച്ചറാണ്. വാട്ട് ഈസ് ആംഫോട്ടറിക് നേച്ചർ? ദേ ഷോ ബോത്ത് acidic and basic nature. Okay, so they are amphoteric. Then Cl2O7 and Mn2O7. Cl2O7, Mn2O7ൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം, ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഈ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വന്നാൽ മിക്കവാറും അത് എന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. ഓക്കെ, സോ ദേ ആർ ആസിഡിക്. ഓക്കെ, then comes Na2O, V2O3. Na2O, V2O3 രണ്ടുപേരും ബേസിക് ആണ്. Okay, both of them are basic in nature. Okay, then comes ZO and N2O. COയുടെയും N2Oയുടെയും പ്രത്യേകത രണ്ടുപേരും ന്യൂട്രൽ ആണ്. ഓക്കെ, സോ ബേസിക്കലി ഈ തന്നിരിക്കുന്ന എല്ലാവരും ഒരേ നേച്ചർ ഉള്ളവരാ. സോ ആദ്യത്തെ ആളുകൾ ആംഫോട്ടറിക്, രണ്ടാമത്തെ സെറ്റ് ആളുകൾ അസിഡിക്, മൂന്നാമത്തെ സെറ്റ് ആളുകൾ ബേസിക്, നാലാമത്തെ സെറ്റ് ആളുകൾ ന്യൂട്രൽ. സോ അവിടെ 4 ഗ്രൂപ്പും സിമിലർ പ്രോപ്പർട്ടി ഉള്ളവരാണ്. അപ്പോൾ ഇവർ ഈ പറഞ്ഞിരിക്കുന്ന, അതായത് കണ്ടെയ്ൻസ് ഓക്സൈഡ്സ് ഓഫ് സെയിം നേച്ചർ ഈസ് 4 എന്ന അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കാം. Among Na2O, Al2O3, CO and Cl2O7, the most basic, okay, and acidic oxides are N2O and Cl2O7. Obviously ആയിരിക്കും, കാരണം ഇത് ന്യൂട്രൽ ആണ്, ഇത് ആംഫോട്ടറിക് ആണ്, ആൻഡ് ഇത് ബേസിക് ആണ്, ഇത് ആസിഡിക് ആണ്. ഓക്കെ, സോ ബേസിക്കലി മോസ്റ്റ് ബേസിക് Na2Oയും മോസ്റ്റ് അസിഡിക് Cl2O7ഉം ആണ്. ഓക്കെ, സോ ആ സ്റ്റേറ്റ്മെൻറ്റ്സും എന്ത് തന്നെയാണ്? ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ അവർ റൈറ്റ് ആൻസർ ഈസ് ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് 1 and 2 ആർ കറക്റ്റ്. ഓക്കെ, സോ
ഇവിടെ നമുക്ക് ചോദ്യം വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഓക്സൈഡ്സിൻ്റെ എന്താ പറയുക നേച്ചറിൽ നിന്നാണ്. ഓക്സൈഡ്സിൻ്റെ നേച്ചർ നമ്മൾ വളരെ ജനറലായിട്ട് എങ്ങനെ പറയും, വളരെ ജനറലായിട്ട് പറയാനാണെങ്കിൽ മെറ്റൽസിൻ്റെ ഓക്സൈഡ്സൊക്കെ ബേസിക് ആണെന്നും ആസിഡ്സിൻ്റെ നോൺ മെറ്റൽസിൻ്റെ ബേസസ് അല്ലെങ്കിൽ ഓക്സൈഡ്സ് ഒക്കെ ആസിഡിക് ആണെന്നും നമ്മൾ പറയും. ഓക്കെ, അത് വളരെ ജനറലായിട്ടുള്ളൊരു കൺസിഡറേഷനാണ് കേട്ടോ മക്കളെ. പക്ഷേ നമ്മുടെ ഏത് ചാപ്റ്റർ, നമ്മുടെ D&F ബ്ലോക്കിനകത്ത് കൃത്യമായിട്ട് ഓക്സൈഡ്സിനെ തിരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അസിഡിക് ഓക്സൈഡ്സ്, ബേസിക് ഓക്സൈഡ്സ് ഇത് കൃത്യമായിട്ട് തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. സോ അതൊരു ടേബിളായിട്ടേ D&Fലുണ്ട്. ആ ടേബിള് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, സോ ഈ ഇൻഓർഗാനിക് കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത, അതിനകത്തെ ടേബിൾസും കുഞ്ഞു കുഞ്ഞു ഫിഗേഴ്സും ഒക്കെ, കുഞ്ഞു ടേബിളാണെങ്കിൽ പോലും എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് യു ഹാവ് ടു കീപ്പ് ഇൻ യുവർ മൈൻഡ്. ഓക്കെ, സോ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഈസ് ആസ്ക്ഡ് ഫ്രം ദ ടേബിൾ given in our D&F block elements. D&F ബ്ലോക്കിൽ തന്നിട്ടുള്ള ടേബിളിൽ നിന്നും പ്ലസ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ അവസാനം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ്റെ അവസാനം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെൻറ്റ്സ് എന്നൊരു കുഞ്ഞു പോർഷൻ കിടപ്പുണ്ട്. അതിനകത്ത് കുറച്ച് ഓക്സൈഡ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതിൽ നിന്നും ഈ രണ്ട് സാധനങ്ങളെ ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയും ചോദ്യം വരാം. ഓക്കെ, സോ ക്ലബ് ചെയ്തിട്ടും ചോദ്യങ്ങൾ വരാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, അടുത്ത ചോദ്യമാണ്. ആൻഡ് ഓഫ് കോഴ്സ് യു ക്യാൻ സി ഇൻഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പം ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ നെക്സ്റ്റ് ഈസ് ഓൾസോ എ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ. The correct order of electronegativity of fluorine, oxygen and nitrogen is fluorine greater than, oxygen greater than nitrogen. Second statement, the oxidation state of oxygen in OF2 is +2 and Na2O is -2. Okay. So, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ദ കറക്റ്റ് ഓർഡർ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ഫ്ലൂറിൻ, ഓക്സിജൻ ആൻഡ് നൈട്രജൻ. നമുക്കറിയാം ഫ്ലൂറിൻ ഈസ് ദി ഹയസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെൻ്റ് ആണ് ഇൻ ദ പീരിയോഡിക് ടേബിൾ, ആൻഡ് ദെൻ കംസ് ഓക്സിജൻ ആൻഡ് ദെൻ കംസ് നൈട്രജൻ. ഓക്കെ, സോ ദിസ് ഓർഡർ ഈസ് കറക്റ്റ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1-ന് എന്ത് പറയാം നമുക്ക്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് വളരെ ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. Okay, then comes statement 2. Okay, statement 2-നകത്ത് പറയുന്നത് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇൻ OF2 ഈസ് +2 ആണ്. OF2-ൽ +2 ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഫ്ലൂറിൻ ആണ് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ഇവിടെ -1 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെയായിരിക്കും, അതിൻ്റെ സ്വന്തം ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതവിടെ കീപ്പ് ചെയ്യും. ഓക്കെ, ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജന് അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, അവനവൻ്റെ ആ ഒരു സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. സോ അതുകൊണ്ട് ഓക്സിജൻ ഇവിടെ എന്തായിരിക്കും, ഓക്സിജൻ ഇവിടെ +2 ആയിരിക്കും. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്, അടുത്തത് പറയുന്നത് നമ്മുടെ Na2O-ക്കകത്ത്. ഓക്കെ, Na2O-ക്കകത്ത് നമ്മുടെ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണെന്ന് പറയുന്നു. ശരിയാണ്. ഓക്കെ, Na2O-ക്കകത്ത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. കാരണം സോഡിയം ഈസ് +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോഡിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +1 ആണ്, ഓക്സിജൻ്റെ -2 ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിലും രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്, കറക്റ്റാണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The next question is, the first ionization enthalpy for magnesium is +737 kilojoule per mole. The most probable estimated value of second ionization enthalpy of magnesium is. See, magnesiumത്തിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്താണെന്ന് തന്നിരിക്കുന്നു, 737 ആണെന്ന് തന്നിരിക്കുന്നു. ഓക്കെ, ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത് മഗ്നീഷ്യം പ്ലസ് ആവാനായിട്ട്, മഗ്നീഷ്യത്തിൽ നിന്ന് മഗ്നീഷ്യം പ്ലസ് ആവാനായിട്ടുള്ള അയണൈസേഷൻ എൻതാൽപ്പി എത്രയാണ് മക്കളെ, 737. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് മഗ്നീഷ്യം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം.
ഓക്കെ, സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി. ഇവിടെ നോക്കുക, അയോണൈസേഷൻ എൻതാൽപ്പിയാണ്. അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ തന്നെ പറയുന്നത് ദ എനർജി ദാറ്റ് വി ഡൊണേറ്റ് ടു റിമൂവ് an electron എന്നാണ് പറയുന്നത്. സോ നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്. ഓക്കെ, നമ്മളവിടെ വി ആർ പ്രൊവൈഡിങ് എനർജി. സോ ഒരു സിസ്റ്റത്തിന് നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കുക. ഓക്കെ, സോ ബേസിക്കലി അങ്ങനെ കൊടുക്കുന്ന എനർജി എന്ന് പറയുമ്പം എനർജി വിൽ ബി പോസിറ്റീവ്, റിലീസിങ് എനർജി നെഗറ്റീവ്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ രണ്ട് വാല്യൂസ് ഇത് നെഗറ്റീവാണ് വന്നിരിക്കുന്നത്, അതായത് റിലീസിങ് ആണ്. ഒരിക്കലും അയണൈസേഷൻ എൻതാൽപ്പിക്ക് എന്ത് വരാൻ പറ്റത്തില്ല, നെഗറ്റീവ് വരാനായിട്ട് പറ്റത്തില്ല. സോ ബേസിക്കലി തെറ്റാണ്. ഓക്കെ, അപ്പോൾ അതല്ല ഉത്തരം. അടുത്തത് പോസിറ്റീവ് വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ്, സിയും ഡിയും. രണ്ടും പോസിറ്റീവാണ്. ഇനി സി നോക്കിക്കഴിഞ്ഞാൽ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1450യും ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് 590യും ആണ്. ഓക്കെ, നമുക്കറിയാം സക്സസീവ് അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് ഇൻക്രീസസ് അല്ലേ. സക്സസീവ് ആയിട്ടുള്ള അയോണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും കൂടിക്കൊണ്ടിരിക്കും. ദാറ്റ് വി നോ. ഓക്കെ, സോ അതായത് ഒന്നാമത്തെ അയോണൈസേഷൻ എൻതാൽപ്പി ഈസ് ഓൾവേസ് ലെസ് ദാൻ രണ്ടാമത്തെ അയോണൈസേഷൻ എൻതാൽപ്പി ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ലൈക്ക് ദിസ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ബിക്കോസ് ദ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. ഓക്കെ, ഓരോ അയോണൈസേഷൻ കഴിയും തോറും ഓരോ അയോണൈസേഷൻ എൻതാൽപ്പി കഴിയും തോറും അല്ലെ ഓരോ അയോണൈസേഷൻ കഴിയും തോറും എന്താണ്, ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി കൂടും. സോ ഫസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പിയേക്കാൾ സെക്കൻഡ് അയോണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിരിക്കണം, അങ്ങനെ വരുള്ളൂ. ഒരിക്കലും ഫസ്റ്റിനേക്കാൾ കുറയത്തില്ല. സോ ഇവിടെ ഡി എന്ന് പറയുന്ന വെറും 590 ഉള്ളൂ, വിച്ച് ഈസ് ലെസ് ദാൻ 737. ഓക്കെ, ദാറ്റ് മീൻസ് ഡിക്ക് ഒരിക്കലും ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാനായിട്ട് പറ്റത്തില്ല. സോ വാട്ട് ആൻസർ റിമൈൻസ്, ഓൺലി സി റിമൈൻസ് ആൻഡ് because of that C is our right answer. Okay, എങ്ങനെയാണ് സിയിലോട്ട് എത്തിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എയും ബി എയും ഡി എയും ഞാൻ എങ്ങനെ എലിമിനേറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അഗെയിൻ a statement question. Okay, so പി ബ്ലോക്ക് ആൻഡ് ക്ലാസിഫിക്കേഷൻ രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ദ എലമെന്റ്സ് സോഡിയം, മഗ്നീഷ്യം, ക്ലോറിൻ ആൻഡ് ആർഗൺ ഫോളോസ് ദി ഓർഡർ sodium greater than, magnesium greater than, chlorine greater than argon. Okay, statement 2. Among calcium, aluminum, iron and boron, the third ionization enthalpy is very high for calcium. In the light of the above statements, choose the correct answer from the options given below. Okay. So the first question, that is the first ionization enthalpy of the elements. അവരുടെ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പിയാണ്. നമുക്കറിയാം സോഡിയം, മഗ്നീഷ്യം, ക്ലോറിൻ, ആർഗൺ. ഓക്കെ, ഈ സോഡിയവും മഗ്നീഷ്യവും ക്ലോറിനും ആർഗണും ഒക്കെ ദേ ബിലോങ്സ് ടു ദി സെയിം പീരീഡ് അല്ലേ. ആൻഡ് വി നോ ദാറ്റ് ദ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് എലോങ് പീരീഡ്. ഒരു പീരീഡിലൂടെ പോകുന്ന സമയത്ത് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യുവാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇവിടെ ഇപ്പോൾ അവർ ആ തന്നിരിക്കുന്ന ഓർഡർ കുറയുന്ന ഓർഡറാണ്. സോഡിയം ലെസ് ദാൻ, മഗ്നീഷ്യം ലെസ് ദാൻ, ക്ലോറിൻ ലെസ് ദാൻ, ആർഗൺ കുറയുന്ന ഓർഡറാണ്. സോ ബേസിക്കലി ദിസ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആയത്? വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നോർമൽ നോളജിന്, നോർമൽ ട്രെൻഡിന് തന്നെ അത് എഗെയിൻസ്റ്റ് ആണ്. സോ അത് തെറ്റാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് അവർ പറയുന്നത്? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ദേ ആർ ടെല്ലിങ്, among calcium, aluminum, iron and boron, the third ionization enthalpy is high for calcium. Okay, ഇവരുടെ കൂട്ടത്തിൽ കാൽഷ്യത്തിൻ്റെ തേർഡ് അയോണൈസേഷൻ എൻതാൽപ്പിയാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം. കാൽഷ്യത്തിനെ സംബന്ധിച്ച് കാൽഷ്യം +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ കാൽഷ്യം ആസ് സച്ച് കാൽഷ്യം ഇരിക്കുമ്പോൾ കാൽഷ്യത്തിൻ്റെ കോൺഫിഗറേഷൻ എന്താ വരുന്നത്? ഇറ്റ് ഈസ് 3s2 ആണ് കാൽഷ്യം അല്ലേ. 3s2 ആണ് കാൽഷ്യം അല്ലേ. എന്താ പറയുക, ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം. ഓക്കെ, ബെറിലിയം, magnesium, calcium. Okay, so beryllium, magnesium, calcium. So calcium is forest. Sorry. Okay, calcium എന്താണ്, forest ആണ് വരുന്നത്. Okay, so കാൽഷ്യത്തിനെ സംബന്ധിച്ച് കാൽഷ്യത്തിൻ്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്ന് പറയുന്നത് ഫോറസ്റ്റ് 1 ആണ്. ഓക്കെ, ഒന്നാമത്തെ
കാൽഷ്യം പ്ലസിൻ്റെ കോൺഫിഗറേഷൻ 4s1. ഇനി കാൽഷ്യം 2+ൻ്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? കാൽഷ്യം 2+ൻ്റെ കോൺഫിഗറേഷൻ 4s0 ആയിരിക്കും. ഓക്കെ, സോ ബേസിക്കലി ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപ്പി, സെക്കൻഡ് അയണൈസേഷൻ എന്താൽപ്പി, തേർഡ് അയണൈസേഷൻ എന്താൽപ്പി വരുമ്പോൾ, അതായത് കാൽഷ്യം 3+ലോട്ട് നിങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ 4s ഇപ്പം ഇവിടെ ഇല്ല, അകത്ത് കിടക്കുന്ന 3p-യിൽ നിന്ന് നിങ്ങൾ ഇലക്ട്രോണിനെ എടുക്കേണ്ടി വരും, വിച്ച് ഈസ് റിയലി ഹെക്ടിക് ബിക്കോസ് ദാറ്റ് ഈസ് എ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. ഓക്കെ, സോ ഈ കാൽഷ്യം 2+ന് എന്ത് ഉണ്ട്? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉണ്ട്. സോ കാൽഷ്യം 3+ലോട്ട് നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഫ്രം കാൽഷ്യം 2+ to calcium 3+, you have to disturb the noble gas configuration. So as a result, the third ionization enthalpy of calcium will be greater. Okay, so calciumത്തിന്റെ third ionization enthalpy ഉറപ്പായിട്ടും എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റുമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Identify the correct statement about ClF3 from the following option. ClF3യെ കുറിച്ച് ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയായ ഓപ്ഷൻ പറയാനാണ് പറയുന്നത്. ഓക്കെ, ClF3യുടെ ഷേപ്പ് ഒന്ന് നമുക്ക് നോക്കാം. ClF3യുടെ ഷേപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? ക്ലോറിൻ ഈസ് 7 അല്ലേ? 1 2 3 4 5 6 7. ക്ലോറിൻ ഈസ് 7. ഓക്കെ, ക്ലോറിൻ 7 ആണ്. അതിൽ 3 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്? ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. 2 ലോൺ പെയേഴ്സ് ഉണ്ട്. സോ 3 2 5 വരും. അതായത് ട്രയഗണൽ ബൈപിരമിഡൽ ആണ് ജോമെട്രി വരുന്നത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് 2 ലോൺ പെയേഴ്സ് ആൻഡ് ട്രയഗണൽ ബൈപിരമിഡൽ ജോമെട്രി. ഓക്കെ, so let's see. It has T-shaped geometry with 2 lone pairs on chlorine atom. It has T-shaped geometry with the 3 lone pairs. ഇത് ഒറ്റയടിക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. It has a trigonal bipyramidal geometry with the 2 lone pairs. Okay, on chlorine atom. Okay, then it has a planar trigonal geometry with 2 lone pairs on chlorine atom. ഇതും തെറ്റാണ്. Okay, then comes 2 options, A and C. A option it has T-shaped geometry with 2 lone pairs on chlorine atom എന്ന് പറയുന്നു. C it has a trigonal pyramidal, yes, geometry with 2 lone pairs on chlorine atom. It's not trigonal pyramidal, it is trigonal bipyramidal. Okay, so basically idum തെറ്റാണ്. So our right answer is option A. In fact, T-shape എന്നാ പറയാ, ജോമെട്രി പറയാറില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ സി ഓപ്ഷൻ തെറ്റായത് കാരണം വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ എ. ഓക്കെ, അടുത്ത ചോദ്യം. ഗിവൺ ബിലോ ആർ 2 statements. Statement 1, a hypothetical diatomic molecule with a bond order 0 is quite stable. Okay, a diatomic molecule with a bond order 0 do not exist അല്ലേ? നമുക്കറിയാം. കാരണം ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ബോണ്ട് ഓർഡർ ഈസ് ദി നമ്പർ ഓഫ് ബോണ്ട്സ് ബിറ്റ്വീൻ 2 atoms. 2 ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ടിനെയാണ്, നമ്പർ ഓഫ് ബോണ്ട്സിനെയാണ് നമ്മൾ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ബോണ്ട് ഓർഡർ 0 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബോണ്ട്സ് 0 എന്നാ. നമ്പർ ഓഫ് ബോണ്ട്സ് 0 എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ബോണ്ട് ഇല്ല എന്നാ. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യോ? അത് എക്സിസ്റ്റ് ചെയ്യില്ല. എക്സിസ്റ്റ് ചെയ്യാത്തതിന് സ്റ്റെബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇറ്റ്സ് എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, as bond order increases, bond length increases. Okay, നമുക്കറിയാം ബോണ്ട് ഓർഡർ കൂടുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കൂടും അല്ലേ? സോ ബോണ്ട് ഓർഡർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബോണ്ട് ഓർഡർ കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കൂടും. ബോണ്ടിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും? കൂടും. പക്ഷേ ബോണ്ട് സ്ട്രെങ്ത് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യൂടാ? ബോണ്ട് ലെങ്ത് കുറയും. Okay, so basically bond order and bond length are inversely proportional. അതായത് ബോണ്ട് ഓർഡർ കൂടിയ ബോണ്ട് ലെങ്ത് കുറയുന്ന, അല്ലാതെ they are not directly proportional. So basically the second statement is also wrong. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും എന്താണ്? തെറ്റാണ്. ആസ് ബോണ്ട് ഓർഡർ ഇൻക്രീസസ് ബോണ്ട് ലെങ്ത് ഇൻക്രീസസ് എന്ന് പറയുന്നതും ഫോൾസ് ആണ്. സോ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ ഫോൾസ്. അടുത്ത ചോദ്യം. ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഇൻ നൈട്രജൻ. ഓക്കെ, ഈ തന്നിരിക്കുന്ന സാധനങ്ങളിലെ നൈട്രജൻ്റെ എന്താ പറയേണ്ടത്? നമ്മൾ ഹൈബ്രിഡൈസേഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ NO2+, നൈട്രജൻ്റെ ഔട്ടറിൽ നമുക്കറിയാം 5 ഇലക്ട്രോൺസാണ് ഉള്ളത്. 5 ഇലക്ട്രോൺസിൽ അവിടെ പ്ലസ് ഉള്ളത് കാരണം 1 ഇലക്ട്രോൺ പോയി എന്ന് കണക്കാക്കണം. സോ 4. ഓക്കെ,
ഒരു ഓക്സിജന് 2 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ ലോൺ പെയേഴ്സ് ഒന്നുമില്ല, 2 ബോണ്ട് പെയേഴ്സ് മാത്രമേ ഉള്ളൂ. 2 ബോണ്ട് പെയേഴ്സ് വന്നാൽ ദ ഹൈബ്രിഡൈസേഷൻ ഈസ് കൺസിഡർഡ് ടു ബി SP. ഓക്കെ, 2 ലോൺ പെയേഴ്സ് അല്ലെങ്കിൽ ബോണ്ട് പെയറും ലോൺ പെയറും കൂടെ കൂട്ടി 2 വന്നാൽ SP ആണ്. ലോൺ പെയറും ബോണ്ട് പെയറും കൂടെ കൂട്ടി 3 വന്നാൽ SP2. ലോൺ പെയറും ബോണ്ട് പെയറും കൂടെ കൂട്ടി 4 വന്നാൽ SP3 ആൻഡ് ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. ഓക്കെ, സോ ഇതിപ്പോൾ 2 ആണ്. സോ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും? SP ആയിരിക്കും. അടുത്തത് നോക്കുക, NO3 മൈനസ്. ഓക്കെ, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? നൈട്രജൻ്റെ ഔട്ടറിൽ എത്ര പേരാ ഉള്ളത്? 5 പേരാണ് ഉള്ളത് നൈട്രജൻ്റെ ഔട്ടറിൽ. പക്ഷെ അവിടെ ഒരു മൈനസ് വന്നിരിക്കുന്നുണ്ടോ? നേരത്തെ പ്ലസ് വന്നപ്പോൾ നമ്മൾ 1 കുറച്ചു, ഇവിടെ ഇപ്പോൾ മൈനസ് വന്നിരിക്കുന്നത് കാരണം 1 കൂട്ടണം. ഓക്കെ, സോ 6 ഇലക്ട്രോൺസ്. ഓക്സിജൻ ആണ്, ഒരു ഓക്സിജന് നമ്മൾ 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കണം. ഒരു ഓക്സിജന് 2 ഇലക്ട്രോൺ വെച്ച് കൊടുക്കുമ്പോൾ 3 ഓക്സിജനിലായിട്ട് 6 ഇലക്ട്രോണും തീരും. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്രയുണ്ട്? 3 ബോണ്ട് പെയേഴ്സ് ഉണ്ട്, ലോൺ പെയേഴ്സ് 0. ഓക്കെ, സോ 3 ലോൺ പെയേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ ഏതായിരിക്കും? യെസ്, SP2. ഓക്കെ, ഒരു എസും 2 പിയും കൂടെ ചേർന്നാൽ 3. ഓക്കെ, സോ 3 ബോണ്ട് പെയേഴ്സ് അല്ലേ? ലോൺ പെയറും ബോണ്ട് പെയറൂടെ കൂട്ടുമ്പോൾ 3 ആണ് കിട്ടുന്നതെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. NH4+. അഗെയിൻ നൈട്രജൻ്റെ ഔട്ടറിൽ 5 ഇലക്ട്രോൺസ്, പക്ഷെ പ്ലസ് വന്നിരിക്കുന്നത് കാരണം 1 നമ്മൾ കളയും. ഓക്കെ, ദെൻ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ ഓരോന്ന് വെച്ചിട്ട് 4 ഹൈഡ്രജന് 4. ഓക്കെ, ആൻഡ് ദെൻ 4 ബോണ്ട് പെയേഴ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, 0 ലോൺ പെയേഴ്സ്. ഓക്കെ, സോ ബോണ്ട് പെയർ പ്ലസ് ലോൺ പെയർ 4 എന്ന് കിട്ടിയാൽ ഹൈബ്രിഡൈസേഷൻ SP3. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചോദ്യം ചെയ്യാൻ മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഹൈബ്രിഡൈസേഷൻ്റെ അതിൻ്റെ ഷേപ്പിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെഗുലർലി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. സോ നന്നായിട്ട് പഠിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. ഇതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ എന്ത് ചെയ്താൽ മതി? കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ.